സ്റ്റുഡൻസ് ടേം 1 കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. സെക്ഷൻ ബിയിൽ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇഫ് ദ മിഡ് പോയിന്റ് ഓഫ് ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ax/2, y plus 1/2 and bx plus 1, y minus 3 is അതിന്റെ മിഡ് പോയിന്റ് എ ബിയുടെ മിഡ് പോയിന്റ് ആണ് 5 - 2 തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് y ആണ് കാണേണ്ടത്. നമുക്ക് മിഡ് പോയിന്റ് കാണാനുള്ള ഫോർമുല എന്താണ്? x1 plus x2 divided by 2, y1 plus y2 divided by 2. അപ്പോൾ എ ബിയുടെ മിഡ് പോയിന്റ് ഇത് രണ്ടും ആഡ് ചെയ്ത് എക്സിന്റെ ഇത് കിട്ടും. അതുപോലെ നമുക്ക് ഇവിടെ y ആണ് കാണേണ്ടത്. അപ്പോൾ y-യുടെ മാത്രം എഴുതിയാൽ മതി. അതായത് y1 plus y2 divided by 2 ആണ് ഇവിടെ എന്ത് നമുക്ക് -2 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ y1 എന്ന് പറയുന്നത് y plus 1/2 plus y minus 3 divided by 2 equal to -2. അപ്പോൾ ഈ 2 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? y plus 1/2 plus y minus 3 equal to ഇത് ഇങ്ങോട്ടേക്ക് പോയി -4 എന്നായി. ഇനി എന്ത് ചെയ്യുക? എൽസിയം എടുക്കും. അതായത് ഇവിടെ ഡിനോമിനേറ്ററിൽ ഇതിന് 2 ഇല്ല. അപ്പോൾ ഈ 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ × 2 കൊടുക്കുന്നു. അപ്പോൾ ഹോൾ ഡിവൈഡ് ബൈ 2 വരും. അപ്പോൾ എന്തായി? അതിനെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ y plus 1 plus 2y minus 6 is equal to ഇവിടെ ഡിവൈഡ് ബൈ 2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -8. അപ്പോൾ 3y 3 ഇവിടെ -5 3y minus 5 equal to -8. അപ്പോൾ 3y equal to -8 plus 5 എന്ന് പറഞ്ഞാൽ -3. അപ്പോൾ y എന്ന് പറയുന്നത് -3/3 equal to -1. അപ്പോൾ -1 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്തത് in the given figure angle T and angle B are right angles if the length of AT, BC and AS are AT എന്ന് പറയുന്നത് 15 ആണ്. AT 15. അതുപോലെ BC എന്ന് പറയുന്നത് 16. BC 16. AS എന്ന് പറയുന്നത് 17. AS 17. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ആംഗിൾ ടിയും ആംഗിൾ ബിയും റൈറ്റ് ആംഗിൾ ആണ്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് ടി സി ആണ് കാണേണ്ടത്. ടി സി കാണണമെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഈ ലെങ്ത് ഫുള്ളായിട്ട് അറിയുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ പൈതോറസ് തിയറി എടുത്തിട്ട് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് AS ഉള്ളൂ, AB എന്താണെന്നുള്ളത് അറിയില്ല. അതുപോലെ ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ 2 ട്രയാങ്കിൾ ഉണ്ട്, ABCയും ATSും. ആ 2 ട്രയാങ്കിൾ സിമിലർ ആണ്. കാരണം നമുക്ക് ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ ആണ് തന്നിട്ടുണ്ട്, ഒരു ആംഗിൾ കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ ആ 2 ട്രയാങ്കിൾ നമുക്ക് എന്ത് പറയുക? A സിമിലാരിറ്റിയിൽ സിമിലർ ആണെന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് ട്രയാങ്കിൾ ATS സിമിലർ ടു ട്രയാങ്കിൾ ABC. കാരണം ആംഗിൾ A ആണ് രണ്ടിലും കോമൺ, ആംഗിൾ T ആംഗിൾ Bക്കാണ് ഈക്വൽ. അപ്പോൾ ATS സിമിലർ ടു ട്രയാങ്കിൾ ABC. അപ്പോൾ സിമിലർ ആണെങ്കിൽ അതിൻ്റെ സൈഡ്സ് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. AT/AB ഈക്വൽ ടു TS/BC ഈക്വൽ ടു AS/AC എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് AC കണ്ടുപിടിച്ചാലാണ് TC കിട്ടുക. അപ്പോൾ നമുക്ക് TC കിട്ടണം. അപ്പോൾ അതിന് നമുക്ക് X എന്ന് കൊടുക്കുക. അതുപോലെ ഇവിടെ നമുക്ക് TS തന്നിട്ടില്ല. BC അറിയാം, TS അറിയില്ല, ASും അറിയാം. TS എങ്ങനെ കണ്ടുപിടിക്കാം? TS എന്ന് പറയുന്നത് ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ ATS എന്ന റൈറ്റ് ട്രയാങ്കിളിലെ ബേസ് ആണ്. TS is equal to root of ഹൈപ്പോട്ടനസ് സൈഡ് എന്താണ്? 17 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ. അപ്പോൾ 289 മൈനസ് 225. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 64 ആണ്. √64 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ TS എന്നുള്ളത് 8 കിട്ടി. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇത് നമുക്ക് വേണ്ടത് ഇത് രണ്ടും ഈക്വൽ ആക്കിയാൽ മതി. കാരണം നമുക്ക് AC കിട്ടിയാൽ തന്നെ TC എന്താണെന്നുള്ളത് കിട്ടും. അപ്പോൾ TS എന്ന് പറയുന്നത് 8/BC എന്ന് പറയുന്നത് എത്രയാണ്? 16 ഈക്വൽ ടു AS എന്ന് പറയുന്നത് 17 ഡിവൈഡ് ബൈ AC എന്ന് പറയുന്നത് 15 പ്ലസ് X ആണ് TC. അപ്പോൾ X കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ 1/2 ഈക്വൽ ടു 17/15 പ്ലസ് X. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 പ്ലസ് X ഈക്വൽ ടു 17 × 2, അതായത് 34. X ഈക്വൽ ടു 34 മൈനസ് 15. 34ന്ന് 15 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 90. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 90. അപ്പോൾ ആ 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആക്കിയിട്ട് ചെയ്താൽ മതി. X is equal to R sin A cos C, Y equal to R sin A sin C and Z equal to R cos A, then find the value of x square plus y square plus z square. ഇവിടെ അതായത് x square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ് വേണ്ടത്. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ എ, അതിനെ സ്ക്വയർ ചെയ്താൽ മതി, കോസ് സ്ക്വയർ സി എന്ന് വരും. പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ എ സൈൻ സ്ക്വയർ സി പ്ലസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ എ എന്ന് വരും. ഇനി എന്ത് ചെയ്യുക, ഇതിൽ രണ്ടിലും ആർ സ്ക്വയർ സൈൻ സ്ക്വയർ എ കോമൺ ആയിട്ട് എടുക്കുന്നു. ആർ സ്ക്വയർ സൈൻ സ്ക്വയർ എ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ കോസ് സ്ക്വയർ സി പ്ലസ് സൈൻ സ്ക്വയർ സി വരും പ്ലസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ എ. അപ്പൊ ഇതെന്തായി, ഐഡന്റിറ്റി സൈൻ സ്ക്വയർ സി പ്ലസ് കോസ് സ്ക്വയർ സി 1 ആണ്. അപ്പോൾ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ എ പ്ലസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ എ എന്ന് കിട്ടും. ഇവിടെ ആർ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുക, സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ, അപ്പോൾ അത് 1 ആയിരിക്കും. അപ്പോൾ ആർ സ്ക്വയർ ആണ് ആൻസർ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ ആർ സ്ക്വയർ ആണെന്ന് ഓർമ്മിക്കുക, അതായിരിക്കും കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ. അപ്പോൾ ഇത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഐഡന്റിറ്റി യൂസ് ചെയ്താലാണ് അത് ഇങ്ങനെ പോകുന്നത് എന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. അടുത്തത് അതേപോലെ ഇവിടെ ടാൻ എ പ്ലസ് സൈൻ എ എം ആണ്, ടാൻ എ മൈനസ് സൈൻ എ എൻ ആണ്, ഈക്വൽ ടു എൻ. ദെൻ ഫൈൻഡ് എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ. ഇവിടെ ഇതിനെ സ്ക്വയർ ചെയ്യണം, ഇതിനെ സ്ക്വയർ ചെയ്യണം, എന്നിട്ട് മൈനസ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഓർമ്മിക്കുക, ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, ടാൻ സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ പ്ലസ് 2 ടാൻ എ സൈൻ എ എന്ന് വരും. ഇതിനെ നമ്മൾ അതുപോലെ സ്ക്വയർ ചെയ്യുമ്പോൾ ടാൻ സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ പ്ലസ് -2 സൈൻ എ ടാൻ എ ആണ് വരിക. അപ്പോൾ അതിൽ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ആ 2 മൈനസും കൂടി അതിൽ എന്താവും, ടാൻ സ്ക്വയർ 2 സൈൻ എ ടാൻ എ എന്നുള്ളത് പോസിറ്റീവ് ആവും. അപ്പോൾ ഇത് ചെയ്ത് നോക്കാണ്ട് തന്നെ ആൻസർ പറയാൻ കഴിയും. ഏതാണ് വരിക, 4 സൈൻ എ ടാൻ എ. നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം ഒന്ന് നോട്ട് ചെയ്യുക. അതായത് എം സ്ക്വയർ എന്ന് പറയുമ്പോൾ എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. ഇതിനെ സ്ക്വയർ ചെയ്യണം, ടാൻ എ പ്ലസ് സൈൻ എ ഹോൾ സ്ക്വയർ. എല്ലാം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ ചിലത് ഇങ്ങനെ നമ്മൾ ഓർത്ത് വെക്കുക, ടാൻ എ മൈനസ് സൈൻ എ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒരു -2 ടാൻ എ സൈൻ എ വരെ, ഈ മൈനസും കൂടി അത് പ്ലസ് ആവും, ബാക്കിയുള്ളതെല്ലാം സൈന് മാറിയിട്ട് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇതിനെ നമുക്ക് എം പ്ലസ് ബി ഹോൾ സ്ക്വയർ, ടാൻ സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ പ്ലസ് 2 ടാൻ എ സൈൻ എ എന്ന് വരും. ഇതാണെങ്കിൽ മൈനസ് ടാൻ സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ മൈനസ് 2 സൈൻ എ ടാൻ എ. അപ്പോൾ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സൈൻ സ്ക്വയർ എ ടാൻ സ്ക്വയർ എ ക്യാൻസൽ ആയി പോകും, ഈ മൈനസും കൂടി പ്ലസ് ആവും. അപ്പോൾ 2 ടാൻ എ സൈൻ എ പ്ലസ് 2 സൈൻ എ ടാൻ എ. അപ്പോൾ എന്ത് കിട്ടും, 4, രണ്ടും ആഡ് ചെയ്യുമ്പോൾ 4 സൈൻ എ ടാൻ എ എന്നുള്ള ആൻസർ കിട്ടും. Bag contains 5 red balls and some blue balls. If the probability of drawing a blue ball from the bag is thrice that of red balls, what is the number of blue balls in the bag? നമുക്ക് നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് ആണ് കാണുന്നത്. അപ്പോൾ ബ്ലൂ ബോൾസിന്റെ എണ്ണം നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 5 + x ആണ്. 5 റെഡ് ബോളും ബ്ലൂ ബോളും അറിയില്ല, 5 + x. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്, ഇത് നിങ്ങൾ ഓപ്ഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ എന്ന് പറയുന്നത് ത്രൈസ് ദാറ്റ് ഓഫ് ബ്ലൂ ബോൾ. കണ്ടീഷൻ കറക്റ്റ് ആയിട്ട് എഴുതിയാണ്. പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ബ്ലൂ ബോൾ ഫ്രം ദ ബാഗ് ഈസ് ത്രൈസ് ദാറ്റ് ഓഫ് റെഡ് ബോൾ എന്നാണ് പറയുന്നത്. റെഡ് ബോളിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ത്രൈസ് ദാറ്റ് ഓഫ് പ്രോബബിലിറ്റി ഓഫ് റെഡ് ബോൾ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ബ്ലൂ ബോൾ എന്ന് പറയുന്നത്, ബ്ലൂ ബോളിന്റെ എണ്ണം എത്രയാണ്, എക്സ് ബൈ 5 + x ഈക്വൽ ടു 3 ഇൻറ്റു റെഡ് ബോൾ എന്ന് പറയുന്നത് 5 ബൈ 5 + x. അപ്പോൾ ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ആയി, x is equal to 50. നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് എന്ന് പറയുന്നത് 15 എന്ന് കിട്ടും. അടുത്തത്, ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് P -11/3,5 and Q -2/3,5 is ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √(x1 - x2) ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് √(-11/3 -2/3 എന്ന് പറഞ്ഞാൽ +2/3 ഹോൾ സ്ക്വയർ പ്ലസ് 5 - 5 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതെന്താണ്, ഡിനോമിനേറ്റർ സെയിം ആണ്. 11 + 2 എന്ന് പറയുന്നത് -9/3
ഹോൾ സ്ക്വയർ. ഇത് 5 മൈനസ് 5 0 ആയി പോകും. അപ്പോൾ നമുക്ക് -9/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 സ്ക്വയർ ആണ്. -3 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ് ആൻസർ കിട്ടുന്നത്. അടുത്തത് the following figure xy parallel to qr and px by xq equal to py by yr equal to 1/2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ്? ഇവിടെ നമുക്ക് xy ആണ് ഓപ്ഷനിലുള്ളത്. അപ്പോൾ xy ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ PPT തിയർ എടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല, കാരണം xy qr വരില്ല. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ്. PXY സിമിലർ ടു ട്രയാങ്കിൾ PQR, അതായത് ട്രയാങ്കിൾ PXY സിമിലർ ടു ട്രയാങ്കിൾ PQR ആണ്. കാരണം ഈ രണ്ട് ലൈനും പാരലൽ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് എക്സും ക്യൂവും ഈക്വൽ ആയിരിക്കും, വൈയും ആറും ഈക്വൽ ആയിരിക്കും. അതുപോലെ പി. അപ്പോൾ PXY സിമിലർ ടു ട്രയാങ്കിൾ PQR ആണ്. അങ്ങനെയാണെങ്കിൽ PX/PQ ഈക്വൽ ടു XY by QR എന്ന് എഴുതാൻ പറ്റും നമുക്ക്. XY by QR. അപ്പോൾ XY by QR ആണ് കണ്ടുപിടിക്കേണ്ടത്. PX എന്ന് പറയുന്നത് 1, PQ എന്ന് പറയുന്നത് ഇത് 1/2 ആണെങ്കിൽ PQ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ ഇവിടെ 1/3. 1/3 ഈക്വൽ ടു XY by QR. അപ്പോൾ XY ഈക്വൽ ടു 1/3 QR. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ. ഇനി അടുത്തത് the area of a circular path of width d surrounding a circular region of radius r. അതായത് രണ്ട് സർക്കിൾ, ഇതിൽ ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് r. അതുപോലെ ഇതിന്റെ വിഡ്ത്ത് d ആണ് നമുക്ക് തന്നിട്ടുള്ളത്. വിഡ്ത്ത് d ആണെങ്കിൽ ഈ സർക്കുലർ പാത്തിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ സർക്കുലർ പാത്തിന്റെ ഏരിയ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വലിയ സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ചെറിയ സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്യും. ഇവിടെ വലിയ സർക്കിളിന്റെ ഏരിയ കാണണമെങ്കിൽ വലിയ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ r, ഈ ഡിസ്റ്റൻസ് d ആണ്. അപ്പോൾ വലിയ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് r+d ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? പൈ r+d ഹോൾ സ്ക്വയർ മൈനസ് പൈ r². വലിയ സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ചെറിയ സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമുക്ക് പൈ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. r+d ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ r² + d² + 2rd മൈനസ് r². അപ്പോൾ അവിടെ r² ക്യാൻസൽ ആയി. പൈ ഇൻറ്റു d² + 2rd. ഇനി നമുക്ക് ഓപ്ഷൻ വരും. അതായത് ഇവിടെ d കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ പൈ d കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ d + 2r. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, പൈ d ഇൻറ്റു 2r + d. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. Given figure AOB is a sector of angle 60 degree of a circle with center O and arc, അതായത് റേഡിയസ് എന്ന് പറയുന്നത് 17 സെന്റിമീറ്റർ. അതായത് OAയും OBയും 17 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് റേഡിയസ്. അതുപോലെ AP പെർപെൻഡിക്കുലർ ടു OB ആണ്. AP എന്ന് പറയുന്നത് നമുക്ക് 15 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ആണ് നമുക്ക് കാണേണ്ടത്. ഇത് സെഗ്മെന്റ് അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ്, അതായത് സെക്ടർ, ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ AOP ആണ്. ട്രയാങ്കിൾ AOPയുടെ ഏരിയ മൈനസ് ചെയ്യണം. AOP എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, കാരണം AP പെർപെൻഡിക്കുലർ ടു OB ആണ്. അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് സെക്ടർ എന്ന് പറയുന്നത് θ/360 × πr². 360 × πr². r എന്ന് പറയുന്നത് 17 × 17 മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ AOP എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് അതിന്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം? അതായത് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് OP നമുക്ക് തന്നിട്ടില്ല. അതായത് ഹാഫ് ഇൻറ്റു AP എത്രയാണ്? 15 ഇൻറ്റു OP നമുക്ക് കണ്ടുപിടിക്കാം. AOP എന്നുള്ളത് റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ OP എന്ന് പറയുന്നത് എന്തായിരിക്കും? √OA² മൈനസ് AP². OA ആണ് അവിടെ ഹൈപ്പോട്ടിന്യൂസ് സൈഡ്. അപ്പോൾ OA² OA എന്ന് പറയുന്നത് 17² മൈനസ് AP² എന്ന് പറയുന്നത് 15². 17² മൈനസ് 15² എന്ന് പറയുന്നത് 289 മൈനസ് 225 ദാറ്റ് ഈസ് ഈക്വൽ ടു √64 ആണ് വരിക.
289 225 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 64 എന്ന് പറയുന്നത് 8. അപ്പോൾ OP 8 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, 8 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 8 ഇത് ക്യാൻസലായി 4, ഇവിടെ 6, ഇതിൽ 3, ഇതിൽ 11. അപ്പോൾ അത്രയും ക്യാൻസൽ ആവുന്നുള്ളൂ. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതായത് അവിടെ 15 × 4 എന്ന് പറയുന്നത് 60 വരും. ഇവിടെ 17 × 17 എന്ന് പറയുന്നത് 289 × 11, 11/21 വരും. അവിടെ 982 3179 3179/21 മൈനസ് നമുക്ക് 60 ആണ് ചെയ്യുന്നത്. ഇതിനെ സ്മോൾ ആക്കുക, അതായത് ഡിവൈഡ് ചെയ്തിട്ട് ഇതിനെ 60യിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ 3179 എന്ന് പറയുന്നത് 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3179 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 21 ഇവിടെ 0 107 എത്ര ടൈം പോകും, അതായത് 5 ടൈം പോകും. 5 ടൈം ആകുമ്പോൾ 105 വരും. 105 വരുമ്പോൾ 105 2 29 1 ടൈം. അപ്പോൾ 21 ഇവിടെ 8.0 ഇവിടെ എത്ര വരും നമുക്ക് 3 ടൈംസ്. അപ്പോൾ 151.3 അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ 151.3 മൈനസ് 60. അപ്പോൾ 151.3യിൽ നിന്ന് 60 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0.3 ഇവിടെ 1 ഇവിടെ 91 പോയിന്റ്, അതായത് ആൻസറിൽ നമുക്ക് 91.4 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 91.4 cm². അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ്.